ഇന്ത്യ സഖ്യത്തിൽ കെജ്രിവാളിനെ ഒപ്പം കൂട്ടിയ നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇന്ന് കെജ്രിവാളിന്റെ ചില ചെയ്തികൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് വൻ തലവേദനയാണ്. കെജ്രിവാളിന്റെ പല പരാമർശങ്ങളും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കാവുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നേതാവിന് രാഹുൽ ഗാന്ധി കണക്കിന് കൊടുത്തിരിക്കുകയാണ്. കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ മദ്യകുംഭകോണത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിച്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ബി.ജെ.പി പ്രധാന പ്രചരണ ആയുധമാക്കുന്ന ശീഷ് മഹൽ പ്രചരണവും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ വലം കൈയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പട്പർഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നതും ശ്രദ്ധേയമാണ്. കെജ്രിവാൾ വരുമ്പോൾ ഒരു ചെറിയ കാറായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പുതിയ തരം രാഷ്ട്രീയം അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഡൽഹിയെ വലിയ തോതിൽ മാറ്റിമറിക്കുമെന്ന വാഗ്ദാനമുണ്ടായി. എന്നാൽ ഡൽഹിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ എവിടെയും കണ്ടില്ല. ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അദ്ദേഹത്തെ എവിടെയും കാണാനില്ലായിരുന്നു. അദ്ദേഹം ശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഏറ്റവും വലിയ മദ്യ കുംഭകോണം നടന്നത് ഡൽഹിയിലാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ AAP 45 കോടി രൂപ ചിലവഴിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ അവർക്ക് താക്കോൽ കൈമാറുകയും അത് നിങ്ങൾക്ക് തന്നെ സൂക്ഷിക്കാമെന്നും പറഞ്ഞു. പക്ഷേ കെജ്രിവാൾജി ഒരു ശീഷ് മഹലിലാണ് താമസിക്കുന്നതെന്നും രാഹുൽ കെജ്രിവാളിന് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അഴിമതിക്കാരായ നേതാക്കൾ എന്ന പേരിൽ ആം ആദ്മി പുറത്തിറക്കിയ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. ഈ സംഭവം രാഹുൽ ഗാന്ധിയെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ്, അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള 11 നേതാക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പട്ടികയിലാണ് രാഹുൽ ഗാന്ധി, സന്ദീപ് ദീക്ഷിത്, അജയ് മാക്കൻ എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ പോസ്റ്ററിനെതിരെ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തു. കെജ്രിവാൾ ഇന്ത്യ സഖ്യം വിടണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 100 MP-മാരുമായി കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ 7 സീറ്റുകളും ബി.ജെ.പിക്ക് കൊടുത്തയാളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ യാചിച്ചയാളാണ് കെജ്രിവാൾ. ഡൽഹിയിൽ ആം ആദ്മിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ചെയ്ത വലിയ തെറ്റായി പോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നുവെന്നാണ് കോൺഗ്രസ് നേതാവ് അൽകാലംബ ആപ്പിന്റെ ഈ ചെയ്തിക്ക് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞത്. സത്യത്തിൽ ഡൽഹി കോൺഗ്രസിലും ആം ആദ്മിയിലും ഉണ്ടായ ആഭ്യന്തര തർക്കങ്ങളാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിൽ വിള്ളൽ വരാൻ കാരണമായത്. ആം ആദ്മിയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിരുന്നു. അതേസമയം കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ ശക്തമായ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ഇത്തവണ എന്ത് വില കൊടുത്തും ഡൽഹിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സംപൂജ്യരായിരുന്നു. യഥാർത്ഥത്തിൽ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ AAP കോൺഗ്രസ് സഖ്യം വേണമെന്ന നിലപാട് പുലർത്തിയിരുന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധി. എന്നാൽ മത്സരിക്കുന്ന സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരു പാർട്ടികൾക്കും ഇടയിൽ സഖ്യമില്ലാതെ പോവുകയായിരുന്നു.